ഹായ് ദൃശ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കണോ? ഇന്നത്തെ ഞായറാഴ്ചയൊക്കെ എങ്ങനെ പോണു? ഞങ്ങളുടെ അതാ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ദേ ഇവിടെ ഇരിക്കണു, റെസ്റ്റ് ചെയ്യാണ്. ചോറും കറികളൊക്കെ ചേട്ടൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിമാവ് ഉറങ്ങുക. നാളത്തെ 28-ന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഞങ്ങള്. ദിയ ചേച്ചി വെയിറ്റിംഗ് ആണ്. ഉണ്ണിയുടെ 28 എന്നാന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറയും എന്തൊക്കെ കാര്യങ്ങള്. നാളെ അച്ഛനമ്മേനൊക്കെ വിളിച്ചിട്ടുണ്ട്. അച്ഛനമ്മ, പിന്നെ മേമ, പാപ്പൻ, മാമൻ, അമ്മായി, ശ്രീകുട്ടൻ ഇവരൊക്കെ വരും. പിന്നെ നാളെ സാധനങ്ങളൊക്കെ ഒരുക്കണം. ചെറിയ രീതിയിലുള്ള ഒരു സദ്യ ഒരുക്കുന്നുണ്ട്. അത് ചേട്ടനെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് സഹായിക്കും. പിന്നെ കുഞ്ഞുപെണ്ണിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ, വിശേഷങ്ങൾ. അപ്പൊ നാളെ ഇനിയിപ്പോ നമ്മള് എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കണം? സദ്യവട്ടം വലിയതായിട്ട് വേണം. നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ മതി. നമുക്ക് അതിനുള്ള ആൾക്കാരല്ലേ വരുന്നുള്ളൂ. എന്താ പറഞ്ഞല്ലോ, അതാണ് അതിന്റെ എയിം അല്ലേ? ഇപ്പൊ അമ്മക്ക് അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണം വെക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല തോത്താ. അപ്പൊ അച്ഛനല്ലേ പറ്റണതൊക്കെ ചെയ്തു തരുന്നേ. അപ്പൊ അച്ഛന് അവിയൽ, സാമ്പാർ, പപ്പടം അങ്ങനെ കുറെ കാര്യങ്ങൾ നാളെ വെക്കാനുണ്ടാവും. ഇതൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും അച്ഛന് ചെയ്യാൻ. ചോറ് വയ്ക്കും, എല്ലാ അച്ഛൻ വെക്കും. പക്ഷെ കുറച്ചൊക്കെ അമ്മ ഇവിടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്ത് വരും. കഷ്ണങ്ങളൊക്കെ അമ്മ നോക്കും. അച്ഛൻ്റെ കുട്ടി എപ്പോഴും ചെയ്യാറില്ലല്ലേ? ഇവിടെയൊക്കെ അടിച്ചു വരണം, പാത്രം കാര്യങ്ങളൊക്കെ അച്ഛനെ സഹായിക്കാറില്ലല്ലേ? നാളെ എന്തായാലും ഇപ്പൊ ഹെൽപ്പ് ചെയ്ത് തരില്ലേ കാര്യങ്ങൾ? പിന്നല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചേട്ടൻ ചെറുതായിട്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റണമെന്ന് ഞാനും ചെയ്തുതരാം. അപ്പോൾ നാളെ ഇനി പരിപാടിക്ക് വിളിക്കാൻ നമ്മൾ കുറേ ആൾക്കാരെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ണിയുടെ ആദ്യത്തെ ചടങ്ങാണ്. നമുക്ക് മനസ്സിൽ ശരിക്കും ഇപ്പം നിനക്ക് തന്നെ നമ്മുടെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യാം. പിറന്നാളൊക്കെ നമുക്ക് ഉഷാറാക്കാം. ഇപ്പം നമുക്ക് പറ്റണ രീതിയിൽ ചെയ്യാം. ഉണ്ണിയുടെ ആദ്യത്തെ ചടങ്ങല്ലേ? അല്ല, ദൃശ്യയുടെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടല്ലോ. അവരൊക്കെ വിളിക്കണം എന്നൊക്കെ ഉണ്ടാവൂല? എല്ലാവരും ഇങ്ങനെ ഉണ്ണി ജനിച്ചപ്പോൾ തൊട്ടിട്ടുള്ള എല്ലാവരും വിളിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാഹചര്യം കൂടി നോക്കണ്ടേ? മെസ്സേജും കാര്യങ്ങളൊക്കെ അല്ല എല്ലാവരും ഇങ്ങനെ എപ്പോഴും ഉണ്ണിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ആരാ? എന്നും രാഗസുധ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരുണ്ട്. അവൾ എന്നും അന്വേഷിക്കും ഉണ്ണിനെ കുറിച്ച്. പിന്നെ മിഥുല, അങ്ങനെ കുറേ പേര് അന്വേഷിക്കും ഉണ്ണിയുടെ വിശേഷങ്ങൾ. ഇങ്ങനെ എന്നും വിളിച്ചു ചോദിക്കണവരുണ്ട്. അതുപോലെ വല്യമ്മമാരായാലും എല്ലാവരും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. അച്ഛൻ്റെ കുട്ടിയുടെ അടുത്ത് ആരാ ചോദിക്കുക ഉണ്ണിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴും വിശേഷങ്ങൾ ചോദിക്കുന്നത്? ഫോണിലല്ല, നേരിട്ടൊക്കെ. സ്കൂളിലോ ഇവിടെ കളിക്കുന്ന അവിടെ എവിടെയെങ്കിലും ഉണ്ണി എന്താ പറയണത്, ഉണ്ണി എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ആരും ചോദിക്കുന്നത്? ആരാ ചോദിക്കാറുള്ളത്? അന്നമ്മ ചേച്ചി. അന്നമ്മ ചേച്ചിനെ വിളിക്കണ്ട ഉണ്ണിയുടെ 28-ന്? അച്ഛനെ കുട്ടി വിളിച്ചോട്ടാ. പിന്നെ നാളെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചരട് മേടിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ കാലത്തല്ലേ നമുക്കത്. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ മതി. അവിടെ തന്നെ ചരട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലേ? ഇപ്പൊ ചരട് ഇപ്പൊ നമ്മള് നല്ല മേടിച്ചിട്ടുണ്ട്. അത്താണി പോയിട്ട് മേടിച്ചല്ലോ വൈകിട്ട്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ചരട് വേഗം കൊണ്ടുകൊടുക്കുക, അമ്പലത്തിൽ കൊണ്ടുകൊടുക്കുക. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ കൊണ്ടുകൊടുത്താൽ മതിയല്ലോ അല്ലേ? ഒരു 5:30-6 മണിയാകുമ്പോ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടൻ്റെ പേരെന്താ? രാജേട്ടൻ നമ്മുടെ ഒരു അയൽവാസി കൂടിയാണ്. നമ്മുടെ ഇവിടെ അയൽവാസി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധുവാണ് നമ്മുടെ അയൽവാസി. രാജേട്ടൻ ഇടയ്ക്ക് ഇവിടെ വരും. അപ്പൊ അമ്പലത്തിലെ പ്രസാദങ്ങളും എന്തുണ്ടെങ്കിലും കൊണ്ടുവന്ന് തരൂലേ? അവല് മലരൊക്കെ അല്ലേ? രാജുമാമൻ തൊത്തെന്താ വിളിക്കുക? അച്ചാച്ചെന്നാ വിളിക്കുക? മാമെന്നാ വിളിക്കുക? അച്ഛൻ. പിന്നെ നമ്മള് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഇപ്പോൾ നാളെ വരുന്നത് കുറച്ച് ആൾക്കാരാണ്. നമ്മൾ ക്ഷണിച്ചത്. നമ്മൾ ഇപ്പോൾ എല്ലാവരും നമ്മൾ ഫോണിലാണ് വിളിച്ചിരിക്കുന്നത്. ആരും നേരിട്ട് പോയി വിളിച്ചിട്ടൊന്നുമില്ല. അതിലിപ്പോൾ ആർക്കും പരാതിയൊന്നും ഉണ്ടാവില്ല. കാരണം ഉണ്ണിയുടെ ചെറിയൊരു പരിപാടിയല്ലേ.
അപ്പോൾ നാളെ ഒരു തിങ്കളാഴ്ച ദിവസമാണ്, പിന്നെ എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പേരൊന്നും ക്ഷണിച്ചിട്ടില്ല. ദൃശ്യയുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളെയും വിളിക്കാത്ത പോലെ തന്നെ എനിക്കും എൻ്റേതായ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെ അറിയിച്ചാൽ അവർ വരും, പക്ഷെ ഞാൻ അറിയിച്ചിട്ടില്ല. വിവരം ധരിപ്പിക്കേണ്ടത് മാത്രം. ക്ഷണം നമുക്ക് പിന്നീട് ഒരു ഗ്യാപ്പ് ദിവസം എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യാലും ഓരോരുത്തർക്ക് അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ഉണ്ണിയുടെ പരിപാടികളൊക്കെ ഇനി വരുമല്ലേ, ഗംഭീരമായിട്ട് നമ്മൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ നടത്തിയതൊക്കെ ഗംഭീരം തന്നെയാണ് അല്ലേ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് തൃപ്തിയായിട്ട്. ഉണ്ണിയുടെ 1-ാം പിറന്നാളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട്. അത് തൊത്തിന് ഓർമ്മയുണ്ട്? തൊത്തിൻ്റെ പിറന്നാള് ഇല്ല, വീഡിയോ ഫോട്ടോസൊക്കെ കണ്ടിട്ടല്ലേ. അടിപൊളിയായിട്ട് നടത്തി. അച്ഛൻ്റെ കുട്ടിക്ക് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് മാലാക കുട്ടിയുടെ പോലെ ആയിരുന്നു അച്ഛൻ്റെ കുട്ടി. 5-ാം പിറന്നാളും കഴിഞ്ഞ് 6-ാം പിറന്നാളും കഴിഞ്ഞു. അതെയാ, നമ്മള് ഉണ്ണി അവിടെ പിറന്നാൾ നടത്തണ്ടേ. അച്ഛൻ്റെ കുട്ടിക്ക് എത്ര ഇഷ്ടമുണ്ട് ഉണ്ണി പോകാനെ? എത്ര ഉണ്ടാവും? കൊറേ പറഞ്ഞ കൊറേ ഉണ്ടാ? എന്റെ എത്ര പൊക്കണ്ട? ഈ ഓടിന്റെ പൊക്കുണ്ട് കേട്ടോ എന്റെ കുട്ടിക്ക് ഉണ്ണിവാവയോടുള്ള ഇഷ്ടം. അപ്പോൾ അച്ഛൻ്റെ കുട്ടിയാണോ ഉണ്ണിവാവ? അപ്പോൾ ഉറങ്ങി എനിക്കുമ്പോഴൊക്കെ ഉണ്ണിവാവനെ നോക്കണതൊക്കെ താരാട്ടൊക്കെ പാടും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയട്ടെ, ഇവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ അടുത്ത് ചെന്നെടുത്തപ്പോ ഓവർ സ്നേഹമായിട്ടാണ്. അതല്ലേ. അച്ഛൻ്റെ കുട്ടി എന്താ പറയാ ഉണ്ണിവാടുത്ത പറയും? പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, അത് പറഞ്ഞേ. വാവാ ഉണ്ണി ആ പാട്ട പാടാ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചെന്ന്? ഇതൊക്കെ നീ കുഞ്ഞുകുട്ടിയാകുമ്പോഴേ ഞങ്ങള് പാടിയിട്ടുള്ള പാട്ടോ അതൊക്കെ. ഞങ്ങള് കുഞ്ഞുകുട്ടിയാകുമ്പോ ഞങ്ങൾക്കും പാടി തന്നിട്ടുണ്ട് അവര്, ഞങ്ങളുടെ അച്ഛനും അമ്മമാരും. പിന്നെ ദൃശ്യ, അപ്പൊ ദൃശ്യ കാലത്ത് ഇപ്പൊ ഇന്ന് കഴിച്ചത് എന്താ പറഞ്ഞ? കാലത്ത് പച്ചക്കപ്പലണ്ടി കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മുന്തിരി അത് കഴിച്ചു. ഇപ്പൊ ഈത്തപ്പഴം കഴിക്കുന്നു. ഈ ഉപ്പുമാവിന്റെ കൂടെ എന്താ കഴിച്ചു? പഴം. അതെന്താ പറഞ്ഞ? ഞാൻ വിചാരിച്ചു അത് മറന്നോ അതഞ്ഞ് എടുക്കാണ്ടാവോ എന്നുള്ളത്. പറയും തൊത്തെന്താ കഴിച്ചു കാലത്തുനിന്ന്? നീ എന്ന് കഴിച്ചത് എന്താ കാലത്ത്? വെള്ളക്കടലയും പിന്നെ ഉപ്പുമാവും പഴവും പിന്നെ ഈത്തപ്പഴവും പിന്നെ വേറൊരു ഈത്തപ്പഴം. അതിന്റെ ഇടയിൽ ഞാനൊരു സാധനം കഴിച്ചിട്ട് മാങ്ങ. ഞാനും ഞാൻ കഴിച്ചിട്ടുണ്ട്, പഴുത്ത മാങ്ങ കഴിച്ചു. പിന്നെ അപ്പോൾ ദൃശ്യക്ക് പോഷകാഹാരങ്ങളിൽ നിന്ന് കാലത്ത് ഒരു സാധനം വിട്ടുപോയിട്ടാ, പാല് കുടിച്ചത് മറന്നു. പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് സാരല്ലേ, നമ്മളിപ്പോ പറഞ്ഞെന്ന് മാത്രം. പിന്നെ മരുന്ന് കഴിച്ചത് പറഞ്ഞിട്ടില്ല. കഷായം. സാഹസമുള്ള കാര്യം അതുകൊണ്ടാ പറയാൻ. ഈ ദശമൂലാരിഷ്ടം ഉണ്ടല്ലോ, ഈ ദശമൂലാരിഷ്ടം ഞാനിടയ്ക്ക് മേടുണ്ട് കേട്ടോ എടുത്തിട്ട്. അച്ഛൻ്റെ കുട്ടി തന്നെ കഴിക്കരുത്, അച്ഛൻ തരുമ്പോൾ മാത്രം കഴിച്ചാൽ മതി. അന്ന് തന്നില്ല, അതുപോലെ കഴിച്ചാൽ മതി. നല്ല മധുരം ഉണ്ടല്ലേ. ദശമൂലാരിഷ്ടം എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നു. വരാം ഒരു കുപ്പി മേടിച്ച് തരാം കേട്ടാ. ഒരു ബക്കറ്റിലെ കളിക്ക് തരാം. പിന്നെ തിങ്കളാഴ്ച നാളെ സ്കൂളുള്ള ദിവസം. അച്ഛൻ്റെ കുട്ടി നാളെ സ്കൂളിൽ പോകണ്ടോ? ഉണ്ണിയുടെ പരിപാടി ആകുമ്പോ എന്താ ചെയ്യാ? അതെ, അപ്പൊ പോലല്ലോ. അപ്പോൾ പിന്നെ ഉണ്ണി ജനിച്ചിട്ട് നമ്മുടെ ഈ തൊട്ടപ്പുറത്തൊന്നും മിഠായും ഇതൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഉണ്ണി ജനിച്ചിട്ട് നമ്മൾ നേരെ പോയത് വല്യമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യാനൊന്നും പിന്നെ ഞാൻ ഇവിടെ വർക്കിലും പെട്ടു. നമ്മളിപ്പോൾ ഈ വീട് ഇപ്പം അങ്ങനെ അത്യാവശ്യമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്തു, ഒരു വൃത്തിമെടുപ്പൊക്കെ ആക്കിയിട്ടില്ലോ. പിന്നെ ഇവിടെ കുറേ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോകളായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പിണക്കുണ്ട്. മിഠായി നമ്മൾ ലഡു എന്തെങ്കിലുമൊക്കെ നമ്മൾ ലഡു കൊടുക്കണമെന്നാണ് വിചാരിച്ചല്ലേ. പക്ഷെ നമുക്കത് സാധിക്കാണ്ടല്ല, ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല ശരിക്കും കൊടുക്കാൻ. അതിന്റെ ഒരു മൈൻഡ് കയ്യിൽ നിന്ന് പോവാണ്. നമ്മള് അച്ഛൻ ഇന്ന് തൃശ്ശൂർ പോയിട്ട് വരുമ്പോ ലഡു കൊണ്ടുവന്നിട്ട് നാളെ നമുക്ക് ഇവർക്ക് ഉണ്ണിയുടെ 28 അപ്പൊ ഒരു ഗ്ലാസ് പായസം കൊടുക്കണ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ലഡു കൊടുക്കാം. നാളെ അച്ഛൻ്റെ കുട്ടി എല്ലാവർക്കും കൊണ്ടു കൊടുക്കില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ അയ്യോ അങ്ങനെ എങ്കിലും വിളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും പേർക്കുള്ള ഭക്ഷണം അവിടെ വെക്കണം. അപ്പൊ അങ്ങോട്ട് പോയി. അങ്ങോട്ട് നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ണിയുടെ അടുത്ത പരിപാടി വരുമ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയും. വീട്ടിലേക്ക് പോയോ നമ്മൾ ക്ഷണിക്കൂല പോയിട്ട്. അപ്പോൾ അച്ഛൻ്റെ കുട്ടി അച്ഛനും പോയിട്ടല്ലേ ക്ഷണിക്കുക. അപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് നമ്മൾ ചോറുണ്ണുമ്പോൾ ചോറ് അവർക്കും വേണ്ടേ. ഉണ്ണിയുടെ പിറന്നാളത്തിന് നമുക്ക് ടവറിൽ പോവാം, ഗുരുവായൂർക്ക്. എന്തില്? ടവറിൽ ട്രാവലറിൽ പോവാന്നല്ലേ. ശരി ഗുരുവായൂർ. ഗുരുവായൂർക്ക് പോവാട്ടാ. ഉണ്ണിയുടെ നാള് രോഹിണി നാളാണ്, കൃഷ്ണന്റെ നാളാണ്. ഗുരുവായൂര് സ്പെഷ്യലാണ് മൂപ്പര്. എന്റെ നാളെ മാറ്റാം. അതെ. അപ്പൊ എന്താ? അതെ, മകം പറഞ്ഞ മങ്ക. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെതും മംഗലം കൊണ്ട് എപ്പോഴും കിട്ടണവരും അത്. ശരി, അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ആയിട്ടുണ്ടല്ലോ. ഫുഡ് ഞാനിവിടെ അടുക്കളയിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് എടുത്ത് കഴിക്കുക. ഞാൻ അപ്പോഴേക്കും അമ്മനെ ശ്രദ്ധിക്കണം, ഉണ്ണിനെ ശ്രദ്ധിക്കണം. അച്ഛൻ തൃശ്ശൂർ പോയിട്ട് ബാബയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ഉണ്ണി നോക്കും ലേശം കൂടിയും. അതൊക്കെ സർപ്രൈസ് കേട്ടാ. അച്ഛൻ തൃശ്ശൂർ പോയിട്ട് മേടിച്ചിട്ട് ബാബ ചെറുതായിട്ട് എനിക്കും എനിക്കറിയാം. അപ്പോൾ അച്ഛൻ പോയിട്ട് വേഗം വരാട്ടാ. ഓക്കെ, ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ. ചെരുപ്പ് മേടിക്കാട്ടെ, അച്ഛൻ മേടിച്ചോണ്ടാ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ പറയും എല്ലാവരോടും. ബൈ. ബൈ.